വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷിയാമിയുടെയും റോസിയുടെയും കഥയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിറ്റേന്ന് ഷിയാമി, റുവോതിയർ, ഫാനിയാൻ എന്നിവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തങ്ങളെ പഠിപ്പിച്ച് ഗ്രേഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ച ഫാനിയാനോട് നന്ദി പറയുന്നു. ശല്യം ചെയ്യാൻ പിന്നീട് ആ കള്ളൻ വന്നില്ലല്ലോ എന്ന് ഷിയാമി ചോദിക്കുമ്പോൾ റുവോതിയർ പരിഭ്രമിച്ച് എഴുന്നേറ്റ് പോകുന്നു. അപ്പോഴേക്കും റോസി വരുന്നു. കാര്യങ്ങൾ അറിഞ്ഞ ശേഷം ഷിയാമിയെ ഉപദേശിക്കുന്നുണ്ട്. എന്തുണ്ടായാലും ഫാനിയാനെ അറിയിക്കണമെന്നും ചട്ടം കെട്ടുന്നു. ശേഷം ക്ലാസ്സിൽ എല്ലാവരുടെയും മാർക്ക് ലിസ്റ്റ് കൊടുക്കുന്നു. ടീച്ചർ എല്ലാവരെയും അഭിനന്ദിക്കുന്നുണ്ട്. ക്ലാസ് ഡിവിഷനെക്കുറിച്ച് പാരൻസിനോട് പറഞ്ഞ് തീരുമാനിച്ച് ഫോം മോണിറ്ററെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെടുന്നു ടീച്ചർ. പിരിയുന്നതിൽ വിഷമിച്ചിരിക്കുന്ന കുട്ടികളെ സന്തോഷിപ്പിക്കാൻ ടീച്ചർ ശ്രമിക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ ശേഷം എല്ലാവരും ക്ലാസ് ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ടീച്ചിങ് ബിൽഡിങ്ങിന് മുന്നിൽ മാത്രമേ ഫോട്ടോ എടുക്കാൻ പാടുകയുള്ളൂ എന്ന് മോണിറ്റർ അവരെ ധരിപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കാമോ എന്ന് ഷിയാമി ചോദിച്ചത് നല്ലൊരു ഐഡിയ ആണെന്ന് കുട്ടികൾക്ക് തോന്നി. എന്നാൽ മറ്റുള്ള കുട്ടികളെല്ലാം യൂണിഫോമിലാണ് എടുത്തതെന്നും മിസ്റ്റർ ഡായ് ഉണ്ടല്ലോ, അതുകൊണ്ടൊന്നും നടക്കില്ലെന്നും ഫാനിയാൻ പറയുന്നു. ആരും പേടിക്കണ്ട, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് റോസി വരുന്നതോടെ എല്ലാവരും ഹാപ്പിയാകുന്നു. ഐഡിയ കൈയടിച്ച് പാസ്സാക്കുന്നു. ഫാനിയാനും അത് സമ്മതിച്ചു കൊടുക്കുന്നു. ഡയോനെ എല്ലാവരും ചേർന്ന് കളിയാക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ സ്വന്തം മുറിയിൽ ഫോണിൽ കളിച്ചിരിക്കുന്ന റോസിയെയാണ് അടുത്തതായി കാണിക്കുന്നത്. ഇടയ്ക്ക് അവൻ കമ്പ്യൂട്ടറിലെ ഷിയാമിയുടെ ഫോട്ടോസ് നോക്കുന്നു. ഫോണിൽ പല മെസ്സേജസും വരുന്നതിനിടയിൽ ഷിയാമി ഹെയർ കളർ ചെയ്യുന്ന ഫോട്ടോയും വരുന്നു. അത് കണ്ടയുടൻ റോസി അവളുടെ അടുത്തേക്ക് ഓടുന്നു. റോസി വന്ന് നോക്കുമ്പോൾ ഷിയാമി ഉറക്കം തൂങ്ങിയിരിക്കുന്നു. ബാർബറുടെ കയ്യിൽ നിന്ന് ഡൈ അവൻ വാങ്ങുന്നു. ഷിയാമി ഉണർന്നപ്പോൾ തൻ്റെ മുടിയുടെ നിറം മാറിയിരിക്കുന്നു. പെട്ടെന്ന് അവൾ ഞെട്ടിപ്പോയി. എന്നാൽ അവളുടെ മുടിയുടെ മേൽ അവനൊരു വിഗ് വെച്ച് അവളെ പറ്റിച്ചതാണ്. പിറ്റേന്നത്തെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അവർ. എങ്ങനെ സ്കൂളിൽ അകത്ത് കിടക്കാമെന്നൊക്കെയുള്ള പ്ലാനിങ്. പിറ്റേന്ന് സ്കൂളിൽ ഇരുവരും വിഗ് വെച്ച് വരുന്നു. ചുവന്ന നിറത്തിലുള്ള വിഗ് ഒറിജിനലാണെന്ന് തെറ്റിദ്ധരിച്ച് ഫാനിയാൻ പ്രശ്നമാകുമെന്ന് അറിയിക്കുന്നുണ്ട്. വെറൈറ്റി ഹെയർ സ്റ്റൈൽ പിടിച്ചതിന് എല്ലാവരും അവരെ പ്രശംസിക്കുന്നു. ചിലർ അവരെ കളിയാക്കുന്നുമുണ്ട്. ലിബറൽ ആർട്സ് തിരഞ്ഞെടുത്ത ചർച്ചയിലാണ് ഷിയായോയും ഷിയാമിയും. അതിനിടയിലേക്ക് ഫാനിയാൻ കടന്നു വരുന്നു. ക്ലാസ് ഡിവൈഡ് ചെയ്താൽ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമെന്ന ഷിയാമിയുടെ ആശങ്ക ഫാനിയാൻ മാറ്റിക്കൊടുക്കുന്നു. റോസിയും ലിബറൽ ആർട്സ് തന്നെ. എല്ലാവരും ക്ലാസ് കഴിഞ്ഞാലും സീക്രട്ട് ബേസിൽ ഒത്തുകൂടാമെന്ന് പറയുന്നുണ്ട്. ശേഷം ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ പോകുന്നതിനിടയിൽ ജുനിയയും റോസിയും മിസ്റ്റർ ഡായ്ക്ക് എന്തോ പണി കൊടുക്കാനുള്ള പുറപ്പാടിലാണ്. ഫോട്ടോ എടുക്കാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് അവരവർക്ക് ഇഷ്ടപ്പെട്ട വേഷത്തിലെത്തുന്നു. അവിടെയും കുറേയേറെ കോമഡി സീൻസ്. ഒന്നിച്ചെല്ലാവരും ഫോട്ടോ എടുക്കാൻ പോകുന്നയിടത്ത് മിസ്റ്റർ ഡായ് പ്രശ്നമുണ്ടാക്കുന്നു. എന്നാൽ കൃത്യസമയത്ത് വയറുവേദന വന്ന് അദ്ദേഹം ഓടിപ്പോകുന്നു. ഇതിനിടയിലും റുവോതിയർ ഷിയാമിയെയും റോസിയെയും അകറ്റുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട്. മിസ്റ്റർ ഡായ് വീണ്ടും വന്നെങ്കിലും വയറുവേദനിച്ച് ഓടിപ്പോകുന്നു. റോസിയുടെയും ജുൻഗിയുടെയും പണിയാണിത്. ശേഷം എല്ലാവരും ഒന്നിച്ച് ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും റൂഫ് ടോപ്പിൽ പോയി ആഗ്രഹങ്ങൾ ഉറക്കെ വിളിച്ചു കൂവുന്നു. ഡായോ വിട്ട പേപ്പർ പ്ലെയിൻ ഷിയാമിയുടെ ദേഹത്ത് വന്ന് തട്ടുന്നു. ആഗ്രഹങ്ങൾ എഴുതി പേപ്പറിൽ പ്ലെയിൻ പോലെ പറത്തിവിട്ടാൽ അത് സഫലമാകുമെന്ന് ഡായോ പറയുന്നത് കേട്ട് എല്ലാവരും അതുപോലെ പ്രവർത്തിക്കുന്നു. റുവോതിയറിൻ്റെ വെറുപ്പിക്കൽ പരിപാടി അവിടെയും അവൾ മനോഹരമായി കാഴ്ചവെക്കുന്നുണ്ട്. റുവോതിയർ ഓരോരുത്തർക്കായി ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുന്നത് കണ്ട് ഷിയാമി ഇരിക്കുന്നു. ഷിയായും വന്നിരിക്കുന്നു. റുവോതിയർ അവൾക്കും ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കുന്നു. അവളുടെ അഡ്രസ്സ് എല്ലാവരും കാണുന്നു. അഡ്രസ്സിൻ്റെ കാര്യത്തിലും അവൾ കള്ളം പറയുന്നു. ഷിയാമിയുടെ കൂട്ടുകാരിയുടെ ആൻറ്റിയുടെ വീട് അവിടെയാണെന്നും നമ്മൾ തമ്മിൽ കണ്ടില്ലല്ലോ എന്നും ചോദിക്കുമ്പോൾ റുവോതിയർ ഉരുണ്ട് കളിക്കുന്നു. ഒന്നുകിൽ ഞാൻ പഠിക്കുകയാവും, അല്ലെങ്കിൽ ട്രിപ്പ് പോയിട്ടുണ്ടാകുമെന്ന് അവൾ പറയുന്നുണ്ട്. സമ്മർ വെക്കേഷൻ ട്രിപ്പിനെ കുറിച്ച് അവർ സംസാരിക്കുന്നു. ഫെരിസ് വീൽ പാർക്കിലെ നൈറ്റ് വ്യൂവിനെ കുറിച്ച് ഷിയാമി പറയുന്നു. റുവോതിയർ മാത്രം വരാമെന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് റോസി വന്ന് ഷിയാമിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. സീക്രട്ട് ബേസിൽ വെച്ച് റോസി ഷിയാമിക്ക് ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യുന്നു. അതിൽ നിറച്ചും അവരുടെ ഫോട്ടോസും കോഡ്സും ആയിരുന്നു. ഷിയാമിക്ക് സന്തോഷമാവുന്നു. അവരതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം അവർക്കിടയിലുണ്ടായ സംഭവങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ഓരോ ഫോട്ടോയും. കുട്ടിയാന്ന് കരുതി ഇത് വെച്ച് പറ്റിക്കാനാണോ നീ ശ്രമിക്കുന്നതെന്നും ചോദിച്ച് അവൾ ആ ബുക്കിന് വേണ്ടി അവൻ്റെ പിന്നാലെ ഓടുന്നു. ഒടുവിൽ റോസി കീഴടങ്ങുന്നു. ബുക്ക് ഷിയാമിക്ക് തിരികെ നൽകി. ശേഷം അവർ മാത്രമുള്ള നിമിഷങ്ങൾ. റോസി ഷിയാമിയുടെ മുതുകിൽ ചാരിയിരിക്കുന്നു. ഫെരിസ് വീൽ പാർക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഫെരിസ് വീൽ പാർക്കിലെത്തുന്ന ഷിയാമി, റുവോതിയർ, റോസി, ഫാനിയാൻ എന്നിവരെയാണ്. റുവോതിയർ തന്ത്രപൂർവ്വം റോസിയുടെ കൂടെ ഫെരിസ് വീലിൽ കയറാൻ നോക്കിയെങ്കിലും അവൻ അത് ബുദ്ധിപൂർവ്വം തടയുന്നു. റോസി ഷിയാമിയുടെ കയ്യും പിടിച്ച് വലിച്ച് ഓടിപ്പോയി ഒരു ക്യാബിനിൽ കയറി ഡോർ ലോക്ക് ചെയ്യുന്നു. അവൾ അവനെ വഴക്ക് പറയുന്നുണ്ട്. ഷിയാമി പേടിച്ചിരിക്കുമ്പോൾ റോസി അവൾക്ക് ചോക്ലേറ്റ് കൊടുത്ത് ആശ്വസിപ്പിക്കുന്നു. ഷിയാമിയുടെ മനസ്സറിഞ്ഞ പോലെയുള്ള അവൻ്റെ പ്രവൃത്തി കാണുമ്പോൾ ആരും കൊതിക്കില്ലേ ഇങ്ങനൊരു പാർട്ട്ണറിനെ, അല്ലേ? റോസി തൻ്റെ ആക്ടിംഗ് അംബീഷനെ കുറിച്ച് അവളോട് പറയുന്നുണ്ട്. ഷിയാമിയും അവനെ സപ്പോർട്ട് ചെയ്യുന്നു. ശേഷം അവർ തമ്മിലുള്ള നർമ്മ സംഭാഷണങ്ങൾ. അതിനിടയ്ക്ക് തൻ്റെ മാനുസ്ക്രിപ്റ്റ് അപ്രൂവ് ആയ വിവരം റോസിയെ ഷിയാമി അറിയിക്കുന്നു. അവനും സന്തോഷമാകുന്നു. അവിടെ നിന്നും ഷിയാമി തിരിച്ച് ബസ്സിലാണ് പോയത്. ഇടയ്ക്ക് റോസി അവളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സ്റ്റോപ്പ് എത്തുന്നവരെ അവരങ്ങനെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക.
ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ.